മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കെ സുരേന്ദ്രനും. സംസ്ഥാനത്തിന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെന്നാണ് ഇരുവരുടെയും വിചിത്രവാദം. വയനാട് ദുരന്തമുണ്ടായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും ₹1 പോലും കേരളത്തിന് കേന്ദ്ര സർക്കാർ തന്നില്ലെന്നിരിക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പുതിയ നീക്കം. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും മഹാദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടറിഞ്ഞതാണ്. എന്നിട്ടും ₹1 പോലും ഇതുവരെയും കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവർണറും കെ സുരേന്ദ്രനും. The rehabilitation package, because of the constraint on resources, rehabilitation will not be affected. In my presence he has said this. So we already have so much money. Money is pouring in. The rehabilitation plan has not yet been finalized. ഒരു പടി കൂടി കടന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ വിചിത്രവാദം. ആവശ്യത്തിനുള്ള തുക കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ദുരന്ത പ്രതിരോധത്തിനുള്ളതുണ്ട്, ദുരന്ത നിവാരണത്തിനുള്ളതുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കാൻ ഓരോ പണത്തിൻ്റെ ദൗർലഭ്യവുമില്ലാതെ ചെലവഴിക്കാനുള്ള കാശ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഇനി യാഥാർത്ഥ്യം എങ്ങനെയൊന്ന് നോക്കാം. 26,000 കോടി സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായ 2018 പ്രളയത്തിൽ കേരളം ആവശ്യപ്പെട്ടത് 6,000 കോടി രൂപ. കേന്ദ്ര സർക്കാർ നൽകിയതാകട്ടെ 2,094 കോടി രൂപ മാത്രം. ഇതിൽ നിന്നും വിമാനക്കൂലി ഇനത്തിൽ 102 കോടി രൂപ കേന്ദ്രം തിരിച്ചുപിടിച്ചു. 2019 പ്രളയത്തിൽ 2,101 കോടി രൂപ കേരളം ആവശ്യപ്പെട്ടു. എന്നാൽ ₹1 പോലും കേന്ദ്രം കേരളത്തിന് ഇതുവരെയും നൽകിയില്ല. വയനാട് മഹാദുരന്തമുണ്ടായത് ജൂലൈ 30-നാണ്. കൊല്ലപ്പെട്ടവർ 500-ന് മുകളിൽ. തെലങ്കാനയിലും ആന്ധ്രയിലും ഓഗസ്റ്റ് അവസാനം പ്രളയമുണ്ടായി. കൊല്ലപ്പെട്ടത് 32 പേർ. ഈ സംസ്ഥാനങ്ങൾക്ക് മോദി സർക്കാർ നൽകിയത് 3,448 കോടി രൂപയാണ്. കേരളത്തിനാകട്ടെ വട്ടപൂജ്യവും. ഈ കണക്കുകൾ BJPയുടെ കേരള വിരോധം തുറന്നു കാട്ടുന്നതാണ്. സർക്കാരിനൊപ്പം നിൽക്കുന്നില്ലെങ്കിലും ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വയനാടിനൊപ്പമെങ്കിലും ഗവർണറും കെ സുരേന്ദ്രനും നിൽക്കണം. സഹായിക്കുന്നില്ലെങ്കിലും ഒരു നാടിനെ തകർക്കരുത്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തൂർ, കൈരളി ന്യൂസ്.